ഉണ്ടായിരുന്നു കേട്ടോ. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ വന്നത്. ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് അയ്യോ അവര് പാവങ്ങൾ, വീട്ടിൽ വന്ന പയ്യൻ അയ്യോ അവര് പാവങ്ങൾ. മോൾക്ക് എത്ര നാളത്തെ 2 മാസം പരിചയമുള്ളായിരുന്നോ? അധികമായിട്ടില്ല. ഈ ഈ ഈ ഒരു ഒറ്റ പ്രാവശ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ മോളെ? അതിന് മുന്നേ ചെയ്തിട്ടുണ്ടോ വല്ലതും? ഉപയോഗിച്ചിട്ടുണ്ടോ മോളെ? സത്യമായിട്ട് അറിയാവുള്ളൂ മോനെ. എത്തിയാർത്ത വേറെ ഒന്നും കാണാൻ പറയരുത്. ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ മോളെ? ഉപയോഗിച്ചിട്ടുള്ളോ? പിന്നെ സത്യം പറയാ, സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഇരുന്ന് മൊത്തമായിട്ട് കേൾക്കണം. ശരിയായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ അത് സേഫ് അല്ലല്ലോ. കോണ്ട യൂസ് ചെയ്തിട്ടാ ചെയ്തേക്കണേ? അറിയില്ല. ഞാൻ എനിക്കറിഞ്ഞൂടാ. പക്ഷെ എന്നാലും മോളെ ഫിസിക്കലി യൂസ് ചെയ്യാനുണ്ടല്ലോ. അത് നമുക്ക് ഇപ്പം നമ്മൾ കേസിന് പോയി കഴിഞ്ഞാൽ അത് ഇനി ഓവറായിട്ട് പോവാണെങ്കിൽ ഇതെന്തായാലും ബോക്സ് ഓഫീസിൽ പോകുമ്പോൾ മോളെ ചെക്ക് ചെയ്യും. മോള് പക്ഷെ കള്ളം പറയരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. മോള് പറയാനുള്ള സത്യസന്ധമായിട്ട് പറയാം. മോളെ എവിടെയും വെളി ഞാൻ വീട്ടില് എന്റെ കയ്യിലാണ് വീഡിയോ ക്ലിപ്പും കാര്യങ്ങളല്ലേ ഇരിക്കുന്നത്. നിങ്ങൾ പോകുന്നത് എന്തോടാ? ഹലോ, ഫിറോസിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ കയ്യിൽ നിന്ന് എനിക്ക് തെളിവിന് ഇതെല്ലാം എടുത്ത് ഇട്ടേ പറ്റത്തുള്ളൂ. ആരാണെന്ന് എനിക്ക് പറഞ്ഞ് കാണിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മളെ വെറുക്കുന്നത് മോളെ അയാളെയാണ്. ഓക്കെ ഓക്കെ, നീ ടെൻഷൻ അടിക്കണ്ട. ഇത്ര കൂടെ ഉണ്ട്, വിഷമിക്കണ്ട കേട്ടോ. ഇത്ര വിളിക്കുമ്പോൾ എടുക്കുന്നേ മോളൊന്ന്. മോൾക്ക് എവിടെയാ ഉള്ളത്? വീട്ടിലാണോ? ഓക്കെ ഓക്കെ, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ആരൊക്കെ ഉണ്ട് മോളെ? ആണോ? ഓക്കെ ഓക്കെ. മുസ്ലിമാ? ഓക്കെ ഓക്കെ ഓക്കെ, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. പേരെന്തായിരുന്നടാ? ഓക്കെ ഓക്കെ, നീ വിഷമിക്കണ്ട കേട്ടോ. ഒന്നും വിഷമിക്കണ്ട. എത്ര കൂടുണ്ട്. നീ വേറെ ഒന്നും ടെൻഷൻ അടിക്കണ്ട. ഒരിക്കലും എന്റെ കയ്യിൽ നിന്നുള്ള ഒരു ഡീറ്റെയിലും വെളിയിൽ പോകത്തില്ല. ഞാൻ അത് ഗ്യാരണ്ടി പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാരും കേട്ടല്ലോ. ഇത്ത ആരോടും ഡീറ്റെയിലോ കാര്യങ്ങളോ ഒന്നും തുറന്നു പറയത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ലോകം മൊത്തം അറിഞ്ഞിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ നിന്ന് മേടിച്ചൊരു ക്ലിപ്പും കാര്യങ്ങളാണ്. ഒറിജിനൽ വെർഷൻ താത്തയുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അവർക്കൊരു പ്രൊമോഷനും കൂടെ ആയിക്കോട്ടെ. നിങ്ങൾ പോയി കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കുട്ടിയുടെ പേര് ഉൾപ്പെടെ വിളിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ ഫിറോസ് ആ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൂക്കിക്കൊല്ലണം, അല്ലെങ്കിൽ അവൻ്റെ സാമാനം കണ്ടിച്ചു കളയണം. അത് വേറെ കാര്യങ്ങൾ. 17 വയസ്സ് അതായത് 18 വയസ്സ് തികയാത്ത ഒരു പെൺകുട്ടിയാണ് അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ വെറുതെ വിടരുത്. പിന്നെ ഒരു കാര്യം, ഈ ഒരു കേസ് കേട്ട് ഹൈഡ് ചെയ്ത് വെക്കുന്ന ആ ഫാമിലി, ആ പെണ്ണിൻ്റെ അച്ഛൻ, അമ്മ, പിന്നെ ബ്രദർ, ഇവരെല്ലാവരും ജയിലിൽ പോകും. കാരണം ഇവരെല്ലാ കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാലോ. പ്രായപൂർത്തിയാവാത്ത ഒരു പെണ്ണിനെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ജയിലിൽ പോകണം. പിന്നെ ഈ വോയിസ്, ഒരു 17 വയസ്സുകാരി കൊച്ചിൻ്റെ വോയിസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് സജിനയോട്, നിനക്ക് നാണവും മാനും ഉളുപ്പുണ്ടോ? ഞാൻ അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുക. നീ റെക്കോർഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ആ പെണ്ണിൻ്റെ പേര് ഉൾപ്പെടെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ നമ്മുടെ ചാനലിൽ അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും വരുന്നില്ല. നിനക്ക് നാണം ഉണ്ടോടി? കോണ്ടം, അത് ഇത് മറ്റേതെല്ലാം നീ ചോദിച്ച്. നിനക്ക് സാമാന്യബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും, ആ വോയിസ് കേൾക്കുമ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമാണ്. നീ അതിനകത്ത് ആ കൊച്ചിനോട് പേര് ചോദിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വന്നത്. സാധാരണ എല്ലാം സംസാരിച്ച അവസാനമാണ് പേര് ചോദിക്കുന്നത്. അത് കൊള്ളാം. ഇതിന് കാര്യം നമ്പർ തന്നത്, ഈ നമ്പറും ഡീറ്റെയിലും തന്ന ആരാണ് സത്യത്തിൽ എനിക്ക് അറിയാൻ മേത്തോണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ഡിസ്കഷൻ നടത്തുമല്ലോ. ആ കുട്ടിയുടെ പേര് ഇതാണ്, അങ്ങനെയാണ്, മറ്റാണെന്നൊരു ഡിസ്കഷൻ നടത്തുമല്ലോ. ഓക്കെ, എന്തായാലും ഫിറോസിൻ്റെ ഭാഗത്ത് ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫിറോസ് അനുഭവിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട്, പ്രത്യേകിച്ച് നമ്മുടെ താത്തയും സെറ്റും ഒക്കെ. എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ കാര്യത്തിനും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പല വിഷയങ്ങളും, ഈ രേണുസുതിയുടെ വിഷയത്തിലെ കൊണ്ട് കേസ് കൊടുത്ത ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് കേസ് കൊടുത്തുകൂടാ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് കേസ് കൊടുത്തുകൂടാം? 17 തികയാത്തൊരു കൊച്ചിനെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലാണ്, അതും ഇത്രയും ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന, ഹൈ പൊസിഷൻ കൊടുക്കാം, ഫിറോസിന് ഇരിക്കട്ടെ, ബിഗ് ബോസിലൊക്കെ പോയ ഒരു വ്യക്തിയല്ലേ. ആ ഒരു വ്യക്തി ഒരു 17 തികയാത്തൊരു കൊച്ചിനെ നശിപ്പിച്ചെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഫിറോസിൻ്റെ അടുത്ത് കേസ് കൊടുത്തുകൂടെ? ഫിറോസിനെതിരെ കേസ് കൊടുക്കാം. നിങ്ങൾക്ക് താത്തയ്ക്ക് കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കാം. ഇതിപ്പോൾ അവരാണല്ലോ ഇത് സോഷ്യൽ മീഡിയയിലെല്ലാം കൊണ്ടുവിടുകയൊക്കെ ചെയ്യുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നില്ല? ഞാനതാ ചോദിക്കുന്ന ചോദ്യം. അതല്ലേ വേണ്ടത്? അത് ചോദ്യം, കേസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിന് അന്വേഷണം വരണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അതൊരു കൊച്ചിൻ്റെ കാര്യം. ഇതിപ്പോൾ കൊച്ചിൻ്റെ വോയിസ് വന്നെന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് അന്വേഷിക്കണം ഒരു വിഷയം. ഇത് ഞാൻ ചലഞ്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരെയും. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ ചെയ്യാൻ നോക്കുക ആദ്യം. അതാണ് മര്യാദ. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിസ്സാര കാര്യമല്ല. നമ്മളെന്തിനാണ് ഈ വീഡിയോയിലൊക്കെ വന്നിട്ട് ഡയലോഗ് അടിക്കുമല്ലോ മിക്കവണ്ണം വന്നിട്ട്.
നമ്മുടെ കോണ്ടന്റാണ്. കോണ്ടന്റ് മാത്രമല്ല, നമ്മൾ നീതിക്ക് വേണ്ടി നമ്മൾ പൊരുതും സംസാരിക്കുക, അവർക്ക് വേണ്ടി ഏതറ്റം വരെ പോകുമെന്ന് പറഞ്ഞ് താത്തയോട് ഞാനൊന്ന് ചോദിക്കുക, ചുണയുണ്ടെങ്കിൽ ഈ പെണ്ണിന് നീതി മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ കൊച്ചിന് നീയൊക്കെ കൂടെ കിടക്കുന്ന ഈ സജനയ്ക്ക് ഉണ്ടാക്കാൻ നടക്കുന്നുണ്ടല്ലോ, കാതി കുഞ്ഞിന് നീതി പിടിച്ചു കൊടുക്കാൻ നോക്കുക. സജനയ്ക്ക് ഒരു കൊച്ചു വളർന്നു വരുന്നുണ്ട്, അതും കൂടെ ഒന്ന് ഓർത്താൽ നല്ലതായിരിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ എല്ലാവരോടും തുറന്നു പറയാം. ഇപ്പം ദിയാസനയുടെ പേര്, ഇപ്പം ഈ കൊച്ചിൻ്റെ പേര്, പൂക്കുട്ടിയുടെ പേര് എല്ലാവരും മറന്നു തുടങ്ങുന്നോ എന്നൊരു ഡൗട്ട്. കാരണം അതാണ് ഇവർക്കൊക്കെ ആവശ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ വന്നിട്ട് ഈ സജന ഇത്രയും സംസാരിക്കുന്നത് ഈ ദിയാസനെ കുറിച്ചാണ്. മനഃപൂർവ്വം ദിയാസനെ എടുത്തിട്ട് പിന്നെ ഇപ്പോൾ ഈ കൊച്ചിനെ ഇട്ട് ഇതും ചർച്ചയാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? പൂക്കുട്ടി രക്ഷപ്പെട്ടു പോകും. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ സംസാരിക്കും. പൂക്കുട്ടിയെ അങ്ങനെ ആരും വെറുതെ കൊടുക്കുന്നു നോക്കുകയൊന്നും വേണ്ട. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ സർക്കിളിൽ അറിയാവുന്ന കുറച്ച് എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെങ്കിലും പൂക്കുട്ടിയെ തന്നെ സംസാരിക്കത്തുള്ളൂ. കാരണം സത്യം എല്ലാവർക്കും അറിയാം. പിന്നെ ഫിറോസ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിറോസ് കുറ്റം എന്താ പറയണ്ടേ, ജയിലിലും കിടക്കണം, അവനെ കൊല്ലണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കൊല്ലണമെന്നേ പറയും. പരസ്പര സമ്മതത്തോടാണെങ്കിൽ പോലും അത് പ്രായപൂർത്തിയാവാത്തൊരു കൊച്ചാണ്. അപ്പം നീ അതിന് എന്നെ തീർക്കണം. എൻ്റെ ഒരു ഇതാണ് ഞാനീ പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് വെച്ച് തരാവേ. വീണ്ടും ഗതികേട് പറഞ്ഞ് വീണ്ടും അവൾ വന്നിട്ട് വായ്പൊന്നിനോടും വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് അവൾ കുറേ സ്ത്രീകളെ കുറിച്ചും ഒരു കുട്ടിയെക്കുറിച്ചും ഒക്കെ ഞാൻ സെക്സ് ചെയ്യുന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ട് സെക്സ് ചെയ്യുകയോ അതുകൂടാതെ ഫ്രണ്ട്ഷീപ്സിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അതാണ് തെളിയിക്കുകയാണെങ്കിൽ, നിയമവും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ അവർ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. ഓക്കെ, നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ തന്നെ വേണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ ഇവൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ കുട്ടി ഏതാണ്, എങ്ങനെയാണ്, ആ കുട്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു കാര്യം കേസ് പോകണം. ഇത് ഉറപ്പിച്ച് വെക്കുവാണെങ്കിൽ ആ തന്തയും തള്ളയും വിടും. അത്രേ ഉള്ളൂ. ഇത് കൊച്ചിൻ്റെ ഭാവി എന്നും പറഞ്ഞിട്ട് ആരും ഇത് തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത്ര പെൺകുട്ടികളുണ്ടെന്നറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ. പല കാര്യങ്ങളും നടന്ന് പലവന്മാരും ദ്രോഹിച്ചു, ഒരക്ഷരം പോലും അത് വീട്ടിലൊരു മൂലയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഉള്ള ട്രോമ അടിച്ച് ഒരു സമയമാകുമ്പം സ്വന്തം ജീവൻ പോലും കളഞ്ഞു പോകുന്ന ഒരുപാട് പെണ്ണുങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇന്ന് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാറി നിൽക്കുവാണെങ്കിൽ ഒരുപാട് മരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കും. ഇതൊന്നും നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ ആവോ? സജനയ്ക്ക് നീതി പിടിച്ചു കൊടുക്കാൻ പോകുമ്പോൾ അവിടെ ഒരു കൊച്ചിൻ്റെ ജീവിതം കൂടെ പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കും. എന്തായാലും ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ ഒരുത്തൻ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷ മേടിച്ചു കൊടുക്കുന്നതിലാണ് കാര്യം. ഞാനങ്ങനെ പഠിച്ചിട്ടുള്ളൂ. അല്ലാതെ പെണ്ണിൻ്റെ മാനവും കീനവും ഒന്നും നോക്കണ്ട. സ്ട്രോങ് ആയിട്ട് വന്നിട്ട് കാര്യങ്ങൾ പറയാൻ നോക്കുന്നില്ല. പോലീസിന് കംപ്ലയിൻറ്റ് കൊടുക്കുക. പിന്നെ സോഷ്യൽ മീഡിയയിൽ ആരും ആ പെണ്ണിൻ്റെ ഫോട്ടോസ് വെക്കത്തില്ല, പേര് പറയത്തില്ല, ഒന്നും പറയത്തില്ല. അത്രയേ ഉള്ളൂ. അതിജീവിതം എന്ന് ആൾക്കാർ പറയുകയും ചെയ്യും. പക്ഷെ ഇവൻ ചെയ്ത ഈ ദ്രോഹത്തിന് ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. ഇവൻ ചെയ്ത ദ്രോഹമാണെങ്കിൽ ശിക്ഷ വേണം. അല്ലാതെ ചുമ്മാ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ വെച്ച് ഇത് ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്തതാണെങ്കിലോ നിങ്ങൾക്ക് ഈ സൗണ്ട് കേട്ടിട്ട് എന്താ തോന്നുന്നത്? പറ. ഒരു 17 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ വോയിസായിട്ട് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ 5-6 രൂപ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വോയിസായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വെച്ച് സംസാരിക്കുമ്പോൾ അത് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഈ വ്യക്തിക്ക് ഫിറോസിനെതിരെ കൊണ്ട് കേസ് കൊടുക്കുക. ഇന്ന കുട്ടിയായിട്ട് ചെല്ലുക, അതിൻ്റെ തെളിവെടുപ്പോ കാര്യങ്ങളോ തെളിവ് സഹിതം. ഈ പറയുന്ന സജനയുടെ വീഡിയോസ് വരെ ഇരിപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തിട്ട് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിറോസ് എന്ന് പറയുന്ന ആളിനെ ജയിലിലടക്കുകയും ചെയ്യാം. പക്ഷേ അവിടെയും പൂക്കുട്ടി കേസ് കേട്ടിൽ ചേച്ചി വെളുക്കത്തില്ല. ചേച്ചി അതും കൂടെ ആലോചിക്കണം കേട്ടോ. ഞാൻ എന്താ പറയുക, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയെന്ന് ഇനി വരുത്തി തീർക്കാനുള്ള ഇതാണ്. ഇപ്പം എന്താ പറയണ്ടേ, പൂക്കുട്ടിയുടെ വൈഫ് കൊണ്ട് കേസ് കൊടുക്കുമെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൊടുത്തെന്നും പറയുന്നത് കുടുംബ കോടതിയിൽ എന്നൊക്കെ ആരൊക്കെ പറയുന്നത് കേട്ടിട്ടുന്നുണ്ട്. ഞാൻ കൂടുതലൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല. അറിഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. പിന്നെ ഇവക്കുള്ള ബോംബും കാര്യങ്ങളൊക്കെ ഉടനെ ഇപ്പം ഒരാൾ വരും. നമ്മളൊരു സുഹൃത്താണ്, ഒരു താടിക്കാരനാണ്, കണ്ണടിയൊക്കെ വെച്ചിട്ട് ഒരു ബോംബായിട്ട് വരുന്നുണ്ട്. അതിപ്പം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണെന്ന് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. കള്ളി എന്താ പറയാനാന്ന് വെച്ചാൽ, അപ്പം ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഗൈസ്? നിങ്ങൾ തന്നെ പറയണം. അത് ഒരു കൊച്ചിനെ ഇത്രയൊക്കെ ദ്രോഹങ്ങളൊക്കെ ചെയ്തേ തന്നെ നമ്മൾ വെറുതെ വിടാൻ പാടുണ്ടോ? അപ്പം ഈ ഫിറോസിനെ കുറ്റം പറയുന്ന കുറേ ആൾക്കാരൊക്കെ അതിനെന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ നോക്കുക. ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ഇത്രയും കോടികളുടെ ആസ്തിയുള്ള പൂക്കുട്ടിക്ക് വിചാരിച്ച സിമ്പിളായിട്ട് ഇത് കേസ് കൊടുക്കാം.
ആ കൊച്ചിന് വേണ്ടി നീതി മേടിച്ചു കൊടുക്കാൻ രഹസ്യമായിട്ട് ചെയ്യണോ ആണുങ്ങളെ പോലെ? രഹസ്യമായിട്ട്. തനിക്ക് ഇത്രയും പണി തന്നൊരു വ്യക്തിയല്ലേ, തൻ്റെ പെണ്ണിനെ നാട്ടിച്ചില്ലേ, പുള്ളിക്കാരി അത് ഇത് മറ്റേത് മറിച്ചതെല്ലാം പറഞ്ഞില്ലേ, ആ വ്യക്തിനെ പിടിച്ച എന്താ പറയണ്ടേ, ഒന്ന് ഉടച്ച് വിട്. അതിന് തനിക്ക് പറ്റത്തില്ലേ? വേണ്ടേ? നല്ലൊരു കേസാണ് വന്നിരിക്കുന്നത്. 17 വയസ്സ് ചെയ്യാത്ത ഒരാളെ നശിപ്പിച്ചു. അപ്പോൾ താങ്കൾ എന്താ ചെയ്യണ്ടേ? താങ്കളൊക്കെ എന്താ ചെയ്യണ്ടേ? ഈ വോയിസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലല്ല, ഇവിടെ കോടതിയിലും അവിടെയൊക്കെ നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഫണ്ടിറക്ക്. നിങ്ങളെ കൊണ്ട് പറ്റും. അത് നിങ്ങൾ എന്തുകൊണ്ട് ആരും അത് ചെയ്യുന്നില്ല? അതെന്തുകൊണ്ട് ആരും ചെയ്യുന്നില്ല? ഞാൻ ഇപ്പോഴും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ്. ഓക്കെ, ഇനി ദിയാസനെ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ചേച്ചി മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഫെബ്രുവരി 15-ാം തീയതി എങ്ങാണ്ട് അടിച്ചു, എവിടെ പോയി, അതാണെന്നൊക്കെ വലിയ ഡയലോഗൊക്കെ ചേച്ചി കുറേ അടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ എന്തായാലും അതിനൊക്കെ മറുപടിയായിട്ട് ദിയാസന വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളാരും മറക്കുകയൊന്നും ചെയ്യല്ലേ. ഞാൻ പറയുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്താം, നിങ്ങൾക്ക് അവകാശമുണ്ട്. ഫിറോസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിറോസ് കുറ്റക്കാരനാണ്. ദിയാസനെ MDMA അടിച്ചിട്ടുണ്ടെങ്കിൽ ദിയാസനെ കുറ്റക്കാരനാണ്. അവരെല്ലാവർക്കും വേണ്ടി നമ്മൾ സംസാരിക്കും. എതിർത്താണെങ്കിൽ എതിർത്ത് സംസാരിക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിനൊക്കെ നിങ്ങൾ തെളിവ് കൊണ്ടുവരണം, പ്രൂവ് ചെയ്യണം. അതാ വേണ്ടത്. ആ ഒരു കൊച്ചിൻ്റെ വീഡിയോ വോയിസും ഒക്കെ ഇട്ടിട്ട് പേരും എല്ലാം വിളിച്ച് പറഞ്ഞിട്ട് ബബ അടിക്കുന്നതെല്ലാം കൂടെ വന്നിട്ട് നാണവും മാനവും ഇല്ലാതെ ഇഷ്ടം. ഹലോ ഗൈസ്, സജന ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ വന്നത്. ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് അയ്യോ അവർ പാവങ്ങൾ, വീട്ടിൽ വന്ന പയ്യൻ അയ്യോ അവർ പാവങ്ങൾ. എന്തൊരു മാനിപ്പുലേഷനാണ് നോക്കിയത്. ഇപ്പൊ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഇല്ലേ, കാരണം ബിഗ് ബോസ് കണ്ടസ്റ്റൻസുകളൊക്കെ ഇതെന്താ ഇവൾ പറയുന്നത് എന്താണെന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവർക്ക് ആർക്കും അറിയില്ല ഇങ്ങനൊരു സംഭവം, ഇതെന്താ ഇവള് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള ആകെ മൊത്തത്തിലുള്ള കൺഫ്യൂഷനാണ് എല്ലാ ആൾക്കാരും. എല്ലാ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെയും പിടിച്ച് ഇടുന്ന പോലെ ആയിപ്പോയില്ലേ. പലരും പല പിള്ളേരടുത്തും ചോദിക്കുന്നുണ്ട് അത്ര, ഇത് എന്താ ഇവക്ക് ഇങ്ങനെ. ഓൾമോസ്റ്റ് ആളുകൾക്ക് മനസ്സിലായി ഏകദേശം ഈ കൊച്ചിന് മാനസികമായിട്ട് എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടെന്നുള്ളത്. പിന്നെ ഇവളുടെ ഇവള് വെല്ലുവിളിച്ചിട്ടിരുന്ന് പറയുന്നു എന്തെന്ന്, ഏതോ ഡോക്ടർ പോയി കണ്ടു 3 മാസം മുമ്പ്, ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു 3 മാസം വരെയുള്ള റിപ്പോർട്ട് എടുക്കാന്ന്. അപ്പൊ ഇനിയിപ്പം ഞാനിനി റിപ്പോർട്ട് എടുത്തോണ്ടൊന്ന് നെഗറ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും വർഷത്തിന്റെ കണക്കൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ എന്റെ മേലെ അറ്റാക്ക് ഇടാലോ. ഇവിടെ എന്തൊരു വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്, ഏത് ടെസ്റ്റിന് വേണമെങ്കിലും റെഡിയാണ്. പക്ഷെ നിന്റെ കൂടെ ഇല്ല. കാരണം ഞാനിപ്പോ പോലും പോയിട്ട് ടെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. ഇത് 8 to 10 ദിവസം വരെ കിട്ടുമെന്നുള്ളതാണ് തിരിച്ചു കിട്ടുന്ന ഇൻഫർമേഷൻ. ഞങ്ങളിപ്പോ ഇന്ന സ്ഥലത്താണ്, ഞാൻ ഇവിടെ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു വെച്ചാൽ ആ ഹോസ്പിറ്റലും ക്ലിനിക്കൊക്കെ നിന്റെ മറ്റേ റസൽ പൂക്കുട്ടിയുടെ മാമാടെ കൊച്ചാപ്പാടെയൊക്കെ മക്കളായിരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ നീ പലതും കിടന്ന് ചെയ്യും. ഞാൻ സീരിയസ്ലി പറയണേ സജിന, നീ കിടന്ന് വെപ്രാളപ്പെടണ്ട. നീ ഒന്ന് അടങ്ങി ഒന്ന് സ്വസ്ഥമായിട്ടൊക്കെ ഒന്ന് ഇരിക്കാൻ നോക്കുക. കാരണം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ നിനക്ക് പറ്റില്ല, കാരണം എന്റെ മൂട്ടി തീ പിടിച്ചോളെ. റസൽ പൂക്കുട്ടി പെട്ടു. ദിയാസന വന്ന റസൽ പൂക്കുട്ടിയുടെ കാര്യങ്ങളും കൂടെ ഇനി അപ്ഡേറ്റഡ് ആക്കാൻ തുടങ്ങി. നീ കേസോ കൂട്ടമോ എന്താന്ന് വെച്ചാൽ അയക്കോ, എനിക്ക് എഗൻസ്റ്റ് ആണ് നീ സംസാരിച്ചു തുടങ്ങിയത്. അവിടെ നിന്ന് ഞാൻ വാലിഡ് ആയിട്ടുള്ള കൃത്യമായ കാര്യങ്ങളാണ് പറഞ്ഞത്. നീ പറഞ്ഞല്ലോ നീ അയച്ചു കൊടുത്തെന്ന് പറഞ്ഞില്ലേ. ഞാൻ കൊടുത്തിട്ടില്ല, പക്ഷെ ഞാൻ പറയുന്നത് നീ അയച്ചു കൊടുത്തെന്ന് പറഞ്ഞില്ലേ, നീ എനിക്ക് അയച്ചു തന്നിട്ടില്ലേ? നീ ആരോടെ ഇത് പറയുന്നത്? ആൻമരിക്ക് അയച്ചു കൊടുത്ത ആൻമരി നീ എനിക്ക് അയച്ചു തന്നിട്ടില്ലേ? നീ എത്ര ആളുകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്? ആൻമരിക്ക് അയച്ചു കൊടുത്തതോടൊപ്പം തന്നെ അച്ചായന് അയച്ചു കൊടുത്തിട്ടില്ലേ? ഇനി ആളുകളുടെ പേര് വേണം. എന്താ ഞാൻ പറയാത്തതെന്നറിയാവോ? നീ അയച്ചു കൊടുത്ത ആളുകളുടെ പേര് പറയാത്തത്. ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു പേര് വരുമ്പോൾ അടുത്ത് അവർ വേറെ എന്തോ ചെയ്തെന്ന് പറഞ്ഞ് നീ വരും. എത്ര മനുഷ്യരാണെന്ന് അറിയാവോ ഇതിനകത്ത് പെട്ടുപോകുന്നത്? റോഷ്നിയുടെ കേസ് ഇപ്പൊ സംസാരം നടക്കുന്നുണ്ട്. അവളെ പറ്റിയിട്ട് നീ എന്തോരം വൃത്തികെട്ട അലിഗേഷൻസാ പറയുന്നത്. അവള് കുറെ സാധനങ്ങൾ അവളത് വരുന്നുണ്ട്. അപ്പം നീ റോഷനിയുടെ കാര്യം വേണ്ടേ ഒട്ടനെ വരും. ഏതെങ്കിലും ഒരു യൂട്യൂബേഴ്സിന്റെ ചാനലായിരിക്കും അത്. പമ്പ ഐറ്റം ആട്ടോ വരാൻ പോകുന്നത് റോഷനിയുടെ. എനിക്ക് വേണമെങ്കിൽ അത് കാച്ചാം, പക്ഷെ അതവിടെ ഇരിക്കട്ടെ. വരണ്ടെടുത്തൊന്നും അത് വന്നോളൂ. കുറേ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുന്നത് നല്ലതായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പണം ഉണ്ടെങ്കിൽ എന്തും ആകാൻ പറ്റും കേട്ടോ. പണം ഉണ്ടെങ്കിൽ എന്തും ആകാൻ പറ്റും. ഇപ്പോൾ ഇത്രയൊക്കെ വിചാരിച്ചായിരുന്നെങ്കിൽ ആ കൊച്ചിനെ കൊണ്ടുപോയി, ഇപ്പം കൊച്ചിൻ്റെ വോയിസ് എല്ലാം നിങ്ങൾ പുറത്തിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ച അവൾമാരാണെങ്കിൽ പണി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇവനെയൊക്കെ പുറം ലോകം കാണിക്കാത്ത രീതിയിൽ അകത്താക്കിക്കണമായിരുന്നു. സജിനെ അത് ചെയ്യണമായിരുന്നു. എന്തുകൊണ്ട് സജിനെ അത് ചെയ്തില്ല? സജിനെ എന്തുകൊണ്ട് സജിന അത് ചെയ്തില്ല? അത് സജിന കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് എന്ന് തന്നെ ഞാൻ പറയുന്നത്. സജിന അത് കാണിക്കണം. അത് സജിനെ ഈ ഫിറോസിനെ 17 തികയാത്ത കൊച്ചിനെ നശിപ്പിച്ചതിന് അവന് തക്കതായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കണം. അപ്പോൾ വകുപ്പ് വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞത് അവന് 7-14 വർഷമെങ്കിലും അവനെ കിടത്തുന്ന രീതിയാക്കണം. നല്ല ഒന്നാം തരം തന്തയ്ക്ക് അടിച്ച വ്യക്തികൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ എന്തോ പറയാനാന്ന് പറ. അതിനെ ഏറ്റുപിടിച്ചു, എന്തോ നിന്നെ കൊണ്ടുപോയി എന്തൊക്കെ ആക്കി എന്നുള്ളതല്ലേ. അതൊക്കെ വരും.
പുറകിൽ തന്നെ വന്നോളൂ, അതൊക്കെ അവർ നോക്കിക്കോളൂ. എനിക്കറിയില്ല ഈ ആൾക്കാരെ പോലും, നിന്റെ കാറ്റഗറി പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഒരു വിഷയം വരുമ്പോഴത്തേക്ക് ഓരോരുത്തർ ഇന്നലെ ഒരു കൊച്ച് ഇൻബോക്സിൽ വന്ന് പറഞ്ഞു ദുബായിൽ പോയ സമയത്ത് അവരുടെ കൊളാബറേഷൻ ചെയ്യാന്ന് പറഞ്ഞ് ഏതോ ബ്യൂട്ടി പാർലർ വരെ പറ്റിച്ചു എന്ന്. പയ്യന്മാരെ കൂടെ വണ്ടി എടുത്തോണ്ട് പോയിട്ട് ദിർഹംസ് ഒക്കെ കുറെ കൊടുക്കാനുണ്ട് ഇത്രേ. എന്തൊക്കെയാ നിന്നെ പറ്റിയിട്ട് കേൾക്കുന്ന കഥകൾ. നീ ഇതെല്ലാം മുക്കാൻ വേണ്ടിയിട്ട്, നിന്റെ റസൂൽ പൂക്കുട്ടിയുടെയും വിഷയം മുക്കാൻ വേണ്ടിയിട്ട് നീ ഓരോരുത്തരുടെ മണ്ടയിൽ ഓരോന്ന്. ദിയാസനക്ക് ഇതൊന്നും പുത്തരിയല്ല. ഞാൻ ഉള്ളൊരു കാര്യം പറഞ്ഞുതരാം മോളെ. അല്ല, വീണ നായരുടെ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ നായരെ കുറച്ച് കാര്യങ്ങൾ, വീണ നായരിൽ ഇതൊക്കെ കിടപ്പുണ്ട് എന്നുള്ള രീതി വീണ നായർ ഈ പറയുന്ന അവിടെ വരുന്ന സജ്ജനെ എടുത്ത് പറഞ്ഞു വന്നു. അത് മാത്രമല്ല, വീണ നായരെ പലതും കാണും, പല സാധനങ്ങളും കാണും. ചേച്ചി ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും. ഒരു കാര്യം പറയാം. പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസിലെ കുറേ ആൾക്കാർ പാവങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ അടിച്ചവരുടെ കൂട്ടത്തിലാണ് അവന്മാർ ലഹരിയാണ് യൂസ് ചെയ്തേ. രമേശ് ചെന്നിത്തല സാറേ തുഫാനെ മറ്റേതെന്നൊക്കെ പറയുമ്പോൾ അവന്മാരും അത് തന്നെയല്ലേ ചെയ്തത്. എന്തുകൊണ്ട് അവരുടെ പേര് പറയുന്നില്ല? എന്തുകൊണ്ട് അവരെ പുറത്തു കൊണ്ടുവരുന്നില്ല? നീ പറ. നീ ഇപ്പം ദിയാസിനെ പിടിച്ചാൽ അവിടെ കുറച്ച് നെഗറ്റീവ് മാറും. അതുപോലെ തന്നെ ആ 17 വയസ്സ് തികയാത്ത കൊച്ചിൻ്റെ കാര്യങ്ങളും ഈ 2 എണ്ണം കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന പൂക്കുട്ടിയെ നീ വെളുപ്പിക്കാൻ നോക്കിയാൽ ഉറപ്പാണ് നമ്മൾ ഇവിടെ ജീവനോട് ഇരിക്കുമ്പോൾ പൂക്കുട്ടിയും വിളിക്കില്ല, ഒരു താറാവ് മുട്ട വിരിക്കത്തുമില്ല. അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ. വളരത്തെ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നത്, കുറെ വർഷങ്ങളായിട്ട് ഞാൻ എന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. എന്നെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അന്വേഷണങ്ങൾ ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഇവിടുത്തെ പോലീസ് അതോറിറ്റി ആയിക്കോട്ടെ, ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതിയിലുള്ള മനുഷ്യരൊക്കെ എന്നെ പറ്റിയിട്ട് അറിയാം. ഇനി എന്നെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് തരത്തിൽ വേണമെങ്കിലും സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും മുടക്കൂല എന്ന് പറഞ്ഞതിന്റെ റീസൺ പോലും 5000 മുതൽ 10000 രൂപ വരെയൊക്കെ ഈ ടെസ്റ്റിനോ അതും ഇതിനൊക്കെ റിപ്പോർട്ടിനാവുമെന്ന് വിചാരിച്ചിട്ട് ഇനി അത് വേണമെങ്കിലും മുടക്കിയിട്ടും എനിക്കത് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ നീ വെല്ലുവിളിക്കുന്ന രീതികളും നിന്റെ ഫ്രസ്ട്രേഷനും നിന്റെ ആക്രാന്തവും നിന്റെ വെപ്രാളവും ഒക്കെ ഉണ്ടല്ലോ, നിന്റെ റസൂൽ പൂക്കുട്ടിയും നിന്നെ സംരക്ഷിക്കാനുള്ള കവചമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ 10 പേരെ ഇട്ട് കൊടുത്താലും ശരി. എന്നെ സജ്ന നൂറെ ദിയാസന പറയാണ്, ഒരു ചുക്കും സംഭവിക്കൂല. അവിടെ കല്ല് പോലെ ഇരിപ്പുണ്ട്. മെനിഞ്ഞാന്ന് നിന്റെ ആരോപണം കൊണ്ട് ഞാൻ ഫേസ് ചെയ്തത് 24 hours ആണ്. എനിക്കിനി പേടിയില്ല. നോ ഇഷ്യൂ. ഓക്കെ, ആളുകൾക്ക് തട്ടിക്കളിക്കാൻ ഒരു യന്ത്രം കൂടിയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. എല്ലാവർക്കും കണ്ടന്റ് മതി, അതുമായിട്ട് അവർ മുന്നോട്ട് പോകും. അതുകൊണ്ടിട്ട് നീ ഇനി എന്തായി വന്നാലും വീണ്ടും സജന നൂറെ ദിയാസന ഇവിടെ തന്നെയുണ്ട്, എന്തിനും തയ്യാറാണ്. പക്ഷെ നിന്റെയോ നിന്റെ റസൂൽ പൂക്കുട്ടിയുടെ അതോറിറ്റിയിലുള്ള ഒരു ഹോസ്പിറ്റലുകളോ ഒരു ക്ലിനിക്കുകളിലോ ഞാൻ ഉണ്ടാവില്ല. ഓക്കെ, അത് ബന്ധപ്പെട്ട അധികാരികളായി ബന്ധപ്പെട്ട ആരെങ്കിലും വന്ന് അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ ഐ വിൽ ഡു, ഉറപ്പായി. പിന്നെ നിന്റെ മാനിപ്പുലേഷൻ നീ ഏതോ ഡോക്ടറിന്റെ അടുത്ത് 3 മാസം മുമ്പേ, അത് ഞാൻ പറഞ്ഞായിരുന്നു എനിക്കറിയൂടെ. ഏതോ ഡോക്ടറിന്റെ അടുത്ത് 3 മാസം മുമ്പേ, 10 മാസം മുമ്പേ, 1 വർഷം മുമ്പേ, 1.5 വർഷം മുമ്പേ, 2 വർഷം മുമ്പേ, 5 വർഷം മുമ്പേ, 10 വർഷം മുമ്പേ, നീ എന്തെടുത്താലും ശരി തന്നെ ഞാൻ ആ ചാലഞ്ച് തയ്യാറാണ്. ആ ചാലഞ്ചിന് ഞാൻ തയ്യാറാണ്. പൊന്നും മോളെ, ഫാമിലി കോർട്ടിൽ പോയി ഇരിക്കുമല്ലേ, അവിടെ എന്താ കഥ? ഉമ്മ ഉണ്ട്, മക്കളുണ്ട്, അവരെയൊക്കെ പിടിച്ചോണ്ട് പോയി പാവം പിടിച്ച പിള്ളേര്. ഉഫ്, ഞാനതിന്റെയൊക്കെ അവസ്ഥ ആലോചിക്കുക. ഞാൻ ശരിക്കും റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യയുടെ ഈ പെണ്ണിന്റെ മക്കളുടെ എന്തൊരവസ്ഥയായിരിക്കും ഇവരൊക്കെ അല്ലേ. കഷ്ടം തന്നെ. കുടുംബ കോടതി ഇരിക്കുക, കുടുംബ കോടതിയില ചേച്ചിയും പോയിട്ടുണ്ട് കിടന്ന് മെഴുകാനാ. ഞാനൊരു കാര്യം പറയാമല്ലോ, കരയും, അനുഭവിക്കും, ഒരുപാട് കണ്ണീർ ഒരുപാട് ഒഴുക്കും. ഈ ഒരു കർമ്മ വിട്ടുപോകുന്ന എനിക്ക് തോന്നുന്നില്ല, ഉറപ്പായിട്ടും എൻ്റെ പൊന്നെ. പിന്നെ അതുപോലെ നിനക്കൊക്കെ ചുണ ഉണ്ടെങ്കിൽ തെളിയിക്ക്. ആ കൊച്ചിനെ വെച്ചിട്ട് കൊണ്ട് കേസോ കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിന് നീതി മേടിച്ചു കൊടുക്കാൻ നോക്ക്. നാളെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈ അവസ്ഥകളൊന്നും വരാതിരിക്കട്ടെ. അത്രേ ഞാൻ പറയത്തുള്ളൂ. നാളെ നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലേ നമുക്ക് ഇങ്ങനെ ഇരുന്ന് വായി വിരലിട്ടുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. നീതി ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറേ എണ്ണം സമൂഹത്തിന്. അങ്ങനെ ആകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫിറോസിനെ ജയിലടക്കുക, ദിയാസനെ ഈ പറയുന്ന ഡ്രഗ്സും ഈ MDMA ഉണ്ടെങ്കിൽ അതും പുറത്തു കൊണ്ടുവരാൻ നോക്കുക, അതിന് തക്കതായിട്ടുള്ള ശിക്ഷയും മേടിച്ചു കൊടുക്കാൻ നോക്കുക. ചുണ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ചെയ്യാൻ നോക്കുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.